നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 25 ദിവസത്തെ പരസ്യ പ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. അടിയന്തരാവസ്ഥ കാലത്ത് CPIM RSSുമായി സഹകരിച്ചെന്ന വിഷയത്തിലാണ് ഒടുവിൽ രാഷ്ട്രീയ ചർച്ച. ഇതവര് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ. അപ്പോൾ ഇനിയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും 1977 ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അവർ ഒരുമിച്ച്, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. RSS ജനതാ പാർട്ടി പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് RSSന്റെ വോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ദീപക് ധർമ്മടവും സുഹേൽ മുഹമ്മദും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുഹേൽ മുഹമ്മദിലേക്കാണ്. സുഹേൽ, ഈ സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ കഴിഞ്ഞ 10-25 ദിവസം കാടടച്ചുള്ള പ്രചാരണമായിരുന്നു നിലമ്പൂരിൽ. കലാശക്കൊട്ടോടെ തന്നെ ആന്റി ക്ലൈമാക്സ് ഇട്ടതോടെ ഇനി മുന്നണികൾക്കും സ്ഥാനാർത്ഥികളൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും പിടിപ്പത് പണിയുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന തിരക്ക്. ഞാനിപ്പോൾ ഉള്ളത് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്, ചുങ്കത്തറയിലാണ്. ഇവിടെയാണ് EVMും VVPATും അടക്കമുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വിതരണമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കാണ് ഇവിടെയുള്ളത്. മണ്ഡലത്തിൽ ആകെ 2,32,871 വോട്ടർമാരാണുള്ളത്. അതായത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് 7,500-ലധികം പുതിയ വോട്ടുകൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ 59 പുതിയ ബൂത്തുകളടക്കം ആകെ 263 ബൂത്തുകളാണ് 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും അടക്കം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ബൂത്തുകളിലേക്കുള്ള EVMും VVPATും അടക്കമുള്ള ഇലക്ഷന് വേണ്ട അനുബന്ധ സാധനങ്ങളുടെ വിതരണം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. VVPATും EVM അടക്കമുള്ള മെഷീനുകളാണ് വിതരണം ചെയ്യുന്നത്. ഒപ്പം ആകെ 7 പ്രദേശങ്ങളിലായി 11 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ 11 ബൂത്തുകളും വലിയ സുരക്ഷാ വിന്യാസമുണ്ട്. അതിന് പുറമെ ആദിവാസി മേഖലകളിലുള്ള 3 ബൂത്തുകൾ വനത്തിനുള്ളതാണ്. ഇവിടേക്കടക്കം ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്. അവർക്കുള്ള വാഹനങ്ങളും പുറത്തൊരുക്കിയിട്ടുണ്ട്. എന്തായാലും കലാശക്കൊട്ട് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് നാളെ ജനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സുതാര്യവും കുറ്റമറ്റതുമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തിരക്കിൽ തന്നെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം. ഇതിനു പുറമെ പോലീസ് വിന്യാസമുണ്ട്, സുരക്ഷാ സന്നാഹങ്ങളുണ്ട്, അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ എല്ലാ ഇലക്ഷനുകളും നമ്മൾ കണ്ടത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു നിലമ്പൂർ. ഇത്തവണ മാവോയിസ്റ്റ് വിമുക്തമായി നിലമ്പൂരിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും അതിശക്തമായ സുരക്ഷ വനമേഖല അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. 263 ബൂത്തുകൾ. ഈ 263 ബൂത്തുകളിലേക്ക് അതിശക്തമായ കുറ്റമറ്റതായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥർ അതായത് 316 പ്രിസൈഡിംഗ് ഓഫീസറും 975 പോളിംഗ് ഓഫീസേഴ്സും അടക്കം ഏകദേശം 1300 റവന്യൂ ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയുമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് നടപ്പിലാക്കാൻ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആ ഉദ്യോഗസ്ഥർ, പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതിനു ശേഷം അവരുടെ ബൂത്തിന് അനുവദിച്ച പോളിംഗ് മെഷീനുകൾ, EVMുകൾ, VVPATുകൾ സ്വീകരിച്ച് പിന്നീട് ഇവർക്ക് പോകാൻ ബസ് ഒരുക്കുന്നു. അതിൽ പോകുന്ന പതിവ് രീതിയാണ് ഇവിടെയും ഉള്ളത്. ഏകദേശം ഈ പറഞ്ഞതുപോലെ 263 പോളിംഗ് ബൂത്തുകളിലായി VVPAT, EVMുകളും ഇതിന് പുറമെ 315 റിസർവ്ഡ് VVPATുകളും 315 റിസർവ്ഡ് EVMുകളും 341 റിസർവ്ഡ് VVPATുകളും ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ അപ്പോൾ തന്നെ മറ്റ് റിസർവ്ഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന EVMും VVPATും അടക്കം ഇവിടെ എത്തിക്കും. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ്, ജനാധിപത്യത്തിന് ആഘോഷമായ തെരഞ്ഞെടുപ്പിന് നാളെ നിലമ്പൂർ വേദിയാകുമ്പോൾ ഏറ്റവും സുതാര്യമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതിന് മുന്നോടിയായി. ശരി സുഹേൽ, ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. നിലമ്പൂർ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്, നമ്മൾ അതിലേക്ക് എത്തും.